വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 75 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 53 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 19 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 3 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം. 90 പേർക്ക് രോഗം ഭേദമായി. 1359 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് 20 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത്. കോവിഡ് ബാധിച്ചു മരിച്ച പ്രവാസികളുടെ എണ്ണം 277 ആയി. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 75 പേർക്കാണ്. കൊല്ലം 14, മലപ്പുറം 11, കാസർഗോഡ് 9, തൃശ്ശൂർ 8, പാലക്കാട് 6, കോഴിക്കോട് 6, എറണാകുളം 5, തിരുവനന്തപുരം 3, കോട്ടയം 4, കണ്ണൂർ 4, വയനാട് 3, പത്തനംതിട്ട 1, ആലപ്പുഴ 1. അതേസമയം ഇന്ന് 90 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതുവരെ ഈ രോഗം ബാധിച്ച് 20 പേരാണ് മരണമടഞ്ഞത്. തിരുവല്ല കവിയൂരിൽ വൃദ്ധന് മകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്തു. പ്രതി അനിൽ ഒളിവിലാണ്. അല്ലണ ഇത്ര പറഞ്ഞ അച്ഛനല്ലേ അല്ലണ ഈ വീട് കൊണ്ട് പോകും. ഇല്ല, പോകത്തില്ല. അന്നില്ലണ്ണ 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 അല്ലണ ചുമ്മാ ഇല്ലണ്ണ സത്യം ചെയ്തത്. കവിയൂർ ഗുഹാക്ഷേത്രത്തിന് സമീപമുള്ള ഒറ്റപ്പെട്ട വീട്ടിലാണ് സംഭവം നടന്നത്. അനിൽ എന്ന യുവാവാണ് പിതാവ് എബ്രഹാം ജോസഫിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇവൻ സ്ഥിരമായിട്ട് മദ്യപിച്ച് പിതാവിനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ അച്ഛൻ മറ്റേ വീട്ടിലാണ് പോയി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന അന്ന് പിതാവ് ഇവിടെ വരുമ്പോൾ മകൻ മദ്യപിക്കുകയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ പിതാവിനെ വളരെ ക്രൂരമായിട്ട് അടിക്കുകയും അത് നിലവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയുമാണ് ചെയ്തത്. അനിലും പിതാവും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. അനിൽ ലഹരിക്ക് അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്നും ശക്തമായ നടപടി ഉണ്ടാവുമെന്നും മാത്യു ടി തോമസ് MLA. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ന്യൂസ് 18 എന്റെ ശ്രദ്ധപ്പെടുത്തിയത്. അതിനപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ ക്ലിപ്പിംഗിൽ കണ്ടിട്ട് എന്തോ ഒരു തകരാറുള്ള ആളായിട്ട് തോന്നുന്നു. തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായി അടച്ചിട്ടു. അതേസമയം രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ രണ്ടാമത്തെ ഫലം നെഗറ്റീവാണ്. പഞ്ചായത്തിലെ 10 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. മലയൻകീഴ് ആശുപത്രിയിൽ ഡെപ്യൂട്ടി കലക്ടറുടെ നേതൃത്വത്തിൽ കൂടിയ യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് പ്രവർത്തിക്കുക. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഡിപ്പോ ഇന്നും നാളെയും അടച്ചിടാൻ തീരുമാനം. ഡിപ്പോയിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാതെ സർവീസ് ആരംഭിക്കാനുള്ള അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തി. ഇന്നലെയാണ് പാപ്പനംകോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ സർവീസ് ആരംഭിക്കാൻ ജീവനക്കാർക്ക് KSRTC നിർദ്ദേശം നൽകിയത് പ്രതിഷേധത്തിനിടയാക്കി. ഡിപ്പോ അണുമുക്തമാക്കുകയോ ജീവനക്കാർക്ക് മാസ്കുകളും സാനിറ്റൈസറും ഉറപ്പാക്കുകയോ ചെയ്തിരുന്നില്ല. കോവിഡ് ബാധിതനായ ഡ്രൈവർക്കൊപ്പം ഡ്യൂട്ടി ചെയ്ത കണ്ടക്ടറോടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ സർവീസ് ആരംഭിക്കില്ലെന്ന് ജീവനക്കാർ നിലപാടെടുത്തതോടെ വിഷയത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ടു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാനേജിംഗ് ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇത്തരം സർവീസുകൾ നടത്തുന്ന ബസ്സുകളിലേക്ക് ആദ്യമായി പ്രത്യേകമായ ക്യാബിൻ തയ്യാറാക്കി ഡ്രൈവർമാരെ സംരക്ഷിക്കുക. പടിപടിയായി ഹ്രസ്വദൂര സർവീസുകളും ദീർഘദൂര സർവീസുകളും ചെയ്യുന്ന നടപടിയിലേക്ക് പോകാനുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
അതേസമയം 2 ദിവസത്തേക്ക് പാപ്പനംകോട് ഡിപ്പോ അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഡിപ്പോയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നു. മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. വയനാട് പുൽപ്പള്ളി കാര്യംപാതിക്കടുത്ത് വനത്തിൽ കാണാതായ ആദിവാസി യുവാവായ ശിവകുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് മുതലാണ് ശിവകുമാറിനെ വനത്തിനകത്ത് കാണാതായത്. ആശ്രിതർക്ക് വനം വകുപ്പിൽ ജോലിയും നഷ്ടപരിഹാരവും നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂരിലെ മലയോര മേഖലകളിലും ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ജില്ലയിൽ ഈ വർഷം രോഗബാധിതർ എന്ന് സംശയിക്കുന്നവരുടെ എണ്ണം 500 കടന്നു. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, ഒടുവള്ളിത്തട്ട്, പെരിങ്ങോം, മയ്യിൽ, കീപ്പള്ളി എന്നീ പ്രദേശങ്ങളിലാണ് ഡെങ്കി വ്യാപകമായത്. ഈ വർഷം 539 രോഗബാധിതർ എന്ന് സംശയിക്കുന്നവർ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലെത്തി. ഇതിൽ വലിയൊരു ശതമാനം ഈ മാസമാണ് രോഗബാധിതരായത്. രാമന്തളി, പരിയാരം, ചപ്പാരപ്പടവ് എന്നിവിടങ്ങളിൽ 3 പേർ മരിച്ചത് ഡെങ്കി ബാധിച്ചാണ് എന്നാണ് അനുമാനിക്കുന്നത്. ഈ 3 സ്ഥലത്ത് ഓൾറെഡി പ്രോഗിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മളെ പബ്ലിക് ഹെൽത്ത് ടീം ഫീൽഡിലുണ്ട്. നമ്മൾ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ ഒന്ന് ഇതിനെപ്പറ്റി അവയർനെസ്, കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുക. 2 വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ SS ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിക്കേബിൾ ഡിസീസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോഗിങ് മെഷീൻ ഉൾപ്പെടെയുള്ള എല്ലാ ലോജിസ്റ്റിക്കും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് റിലേറ്റഡ് ഡ്രഗ്സും ഈ ഫോഗിങ്ങോ ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. അതിന് ഒരു ഷോർട്ടേജും ഇല്ല. രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ഡെങ്കിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മരുന്നും ആവശ്യാനുസരണം ജില്ലയിലുണ്ടെന്നും DMO വ്യക്തമാക്കി. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. പയ്യോളി തീരദേശ മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതിൽ ആശങ്ക. ഇതിനകം 5 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. പയ്യോളി നഗരസഭയിലെ 2 വാർഡുകളിലാണ് രോഗബാധയുണ്ടായത്. ഇതുവരെ 5 പേർക്കാണ് രോഗം ബാധിച്ചത്. നഗരസഭയിലെ തീരദേശത്തെ ഈ വാർഡുകളിൽ വെള്ളക്കെട്ട് പതിവാണ്. കൊതുക് ശല്യം ഏറെയുള്ള മേഖലയാണ് ഇത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറവിട നശീകരണ പ്രവൃത്തികൾ നടത്തിവരികയാണ്. പിന്നെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അതിനുള്ള നോട്ടീസുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഗൃഹസന്ദർശനം, ഇതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ വീടുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും ഡെങ്കി പടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കോവിഡ് മൂലം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ആവശ്യമായ സമയം ലഭിച്ചിരുന്നില്ല. അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് നഗരസഭാ അധികൃതർ. ന്യൂസ് 18 പയ്യോളി. നാട്ടുവർത്തമാനം തുടരുന്നു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരെ സംയുക്ത സമരസമിതി മനുഷ്യചങ്ങല തീർത്തു. 500ഓളം പേർ തോട്ടപ്പള്ളി സ്പിൽവേയിലും വശങ്ങളിലുമായി അണിനിരന്നായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന് TN പ്രതാപൻ MP, ഷാനിമോൾ ഉസ്മാൻ MLA തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. ഖനനം രാജ്യത്തെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചാണെന്നും കുട്ടനാടിനെ സംരക്ഷിക്കാനെന്ന മറവിൽ കരിമണൽ കടത്താനുള്ള ഗൂഢാലോചനയുമാണ് നടക്കുന്നതെന്നും TN പ്രതാപൻ MP പറഞ്ഞു. തോട്ടപ്പള്ളിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. ഇനി തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ ലോറികൾ പോകാൻ അനുവദിക്കില്ല എന്ന സംയുക്ത സമരസമിതി പ്രഖ്യാപനവും ഉണ്ടായി. ഉത്തരാകൊലക്കേസിലെ പ്രതി സൂരജിനെയും കൂട്ടാളി സുരേഷിനെയും വനം വകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങി. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി. നിയമവിരുദ്ധമായി പാമ്പിനെ കൈവശം വെച്ചതിനും പാമ്പിനെ കൊലപാതകത്തിനും ഉള്ള ആയുധമാക്കിയതിനുമെതിരെയാണ് വനം വകുപ്പ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അന്വേഷണം നടത്തുന്നത്. കോഴിക്കോട് കീഴുപറമ്പ് പഞ്ചായത്തിലെ പഴംപറമ്പിൽ മോഷണങ്ങൾ പതിവാകുന്നു. പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ രൂക്ഷമായതോടെ മലയോര മേഖലയിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായി. കീഴുപറമ്പ് പഞ്ചായത്തിലെ പഴംപറമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി നിരവധി വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. പഴംപറമ്പ് യാക്കിപറമ്പിൻ സലീമിന്റെ വീട്ടിലും തൊട്ടടുത്ത വീടുകളിലും മോഷണവും മോഷണ ശ്രമവും നടന്നു. സലീമിന്റെ വീടിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത്. അലമാരിയിലെയും മറ്റും സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. മിനിയാന്ന് രാത്രി ഒരു 12 മണി കഴിഞ്ഞാലാണ് 12 മണി വരെ ഞാൻ ഉറങ്ങിയത്. അത് കഴിഞ്ഞാൽ വീടിന്റെ മുകളിൽ കോണിക്കൂടെ അകത്ത് കയറി അൽമരൊക്കെ വലിച്ചിട്ട് സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പൈസ ഉണ്ടായി, പൈസ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലെ ഡോർ തുറന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 2-3 വീട്ടിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. സലീമിന്റെ ജ്യേഷ്ഠൻ മജീദിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് മോഷ്ടാവ് വീടുകളിലെത്തിയതെന്ന് തൊട്ടടുത്ത കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മുക്കം.
ജീവിതം ഓഫ്ലൈനായി പോയ കാട്ടുനായ്ക്ക കോളനിയാണ് വയനാട് ചെതലയം കൊമ്മഞ്ചേരിയിലേത്. വീടോ കുടിവെള്ളമോ പ്രാഥമിക സൗകര്യമോ ഇല്ലാത്ത ഇവിടത്തെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ഇപ്പോഴും അപരിചിതമാണ്. കൊമ്മഞ്ചേരി വനഗ്രാമത്തിൽ നിന്ന് പുതിയ വീടും പുരയിടവും വാഗ്ദാനം ചെയ്താണ് സർക്കാർ ഇവരെ കാടിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ കുടിലുകളിലാണ് ഇവരുടെ വാസം. ചെതലയം റേഞ്ചിൽപ്പെട്ട വനഭൂമിയോട് ചേർന്ന് കാട്ടിലെയോ നാട്ടിലെയോ സൗകര്യങ്ങളില്ലാത്ത ജീവിതം. കുഞ്ഞുങ്ങളുടെ പഠനം നാടെങ്ങും ഓൺലൈനിലാകുന്ന കാലത്ത് പറയാൻ ഏറെയുണ്ട് സങ്കടം. ടീച്ചർ നാളെ വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ടിവിയിൽ പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, വരണമെന്ന് മാത്രം പറഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടികളെക്കുറിച്ച് അറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. പൊളിഞ്ഞു വീഴാറായ കൂരകൾക്ക് കീഴിൽ ജീവിതം കൂട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഓൺലൈൻ പഠനമല്ല, പെയ്തു തുടങ്ങിയ പെരുമഴയാണ് ആശങ്ക. മഴയും കാറ്റ് വരുമ്പോഴൊക്കെ വയലിൽ പോയിരിക്കുന്നത് എത്ര കഷ്ടപ്പാടാ. ഇച്ചിരി വെള്ളം കൊണ്ട് കുടിക്കാനും പുറത്തൊക്കെ പോകാനും ഇവിടെ ഒന്നും സൗകര്യവും ഇല്ല, ആര് തിരിഞ്ഞു നോക്കുകയില്ല. ഇവരൊരു മനുഷ്യരാണല്ലോ. അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് പഠിക്കാനും ഇവർക്കൊരു വീടിനും ഇല്ല സൗകര്യം, എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്യണമെന്നാണ് ഇത് കുറേ ആയി പറയുന്നു, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊമ്മഞ്ചേരി കോളനിക്കാരുടെ പുനരധിവാസം ആദിവാസി ക്ഷേമ ഫയലുകളിൽ ഭദ്രമാണ് എപ്പോഴും. എന്നാൽ ഓൺലൈൻ പഠനകാലത്തിന് മുമ്പേ ഓഫ്ലൈനായി പോയതാണ് തങ്ങളുടെ ജീവിതമെന്ന തിരിച്ചറിവ് മാത്രം കാടുപിടിച്ചു പോയിട്ടില്ല. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കൊല്ലം തൊടിയൂർ പള്ളിക്കലാറിൽ ചെറുകിട ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണ പൊളിച്ചുമാറ്റുന്നു. തഴവ, തൊടിയൂർ, ശൂരനാട്, വടക്ക് പഞ്ചായത്തുകളുടെ വിവിധ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യത്തിലാണിത്. തടയണയുടെ ബോഡി വാൾ നീക്കം ചെയ്യുന്ന നടപടിയാണ് തുടങ്ങിയത്. ഇതുവഴി കൂടുതൽ ജലം പുറത്തുകളയും. ജലനിരപ്പ് താഴുമ്പോൾ ഷട്ടർ സ്ഥാപിക്കും. 1.5 വർഷത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് ഡാം പൊളിക്കുന്നതെന്ന് ആർ രാമേന്ദ്രൻ MLA പറഞ്ഞു. ഈ വെള്ളപ്പൊക്കം തടയണയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഫലമായി കൂടി ഉണ്ടായതാണ് എന്ന ഉറച്ച ധാരണയിലേക്ക് ജനങ്ങളാകെ നീങ്ങുകയും ആയത് ഗൗരവപൂർവ്വം പരിശോധിച്ച് പരിഹാരം കാണേണ്ട കാര്യമാണ് എന്ന് അന്ന് MLA ആയി ചുമതലയെടുത്ത ഞാൻ മുഖ്യമന്ത്രി മുതൽ താഴോട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മഴക്കാലത്ത് പ്രദേശത്തുണ്ടാകുന്ന പ്രളയസമാനമായ സാഹചര്യം ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. എന്നാൽ തങ്ങൾ നടത്തിയ സമരത്തിന്റെ വിജയമാണ് തടയണ പൊളിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടു. ന്യൂസ് 18, കരുനാഗപ്പള്ളി. ബസ് സർവീസുകൾ പ്രതിസന്ധിയിലായതോടെ അതിജീവനത്തിന് പുതുവഴി തേടുകയാണ് പാലക്കാട്ടെ ഇതിഹാസ് ബസ്സിലെ ജീവനക്കാർ. നിർത്തിയിട്ട ബസ്സിൽ പച്ചക്കറി വിൽപ്പന സ്റ്റാൾ ഒരുക്കിയാണ് ജീവനക്കാർ വരുമാനത്തിനായി പുതിയ മാർഗം കണ്ടെത്തിയത്. പാലക്കാട് മലമ്പുഴ റൂട്ടിൽ ഓടേണ്ട ഇതിഹാസ് ബസ് കുറച്ചുനാളായി പച്ചക്കറി സ്റ്റാളാണ്. പാലക്കാട് നഗരത്തിൽ ഒലവക്കോട് കോയമ്പത്തൂർ ബൈപ്പാസ് റോഡിന് സമീപമാണ് കച്ചവടം. ബസ്സിനുള്ളിൽ കയറിയാൽ ഗുണനിലവാരമുള്ള പച്ചക്കറി വാങ്ങി പോവാം. ലോക്ക്ഡൌണിനെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചതോടെ പ്രതിസന്ധിയിലായ ബസ് ജീവനക്കാർക്ക് ഇതിഹാസ് ഗ്രൂപ്പിന്റെ ഉടമയായ സജീവ് തോമസാണ് പുതിയ ആശയം പകർന്നത്. അതിനായി ഒരു ബസ്സും വിട്ടുകൊടുത്തു. ആദ്യം മാമ്പഴ കച്ചവടം ആയിരുന്നു, പിന്നീട് പച്ചക്കറി വിൽപ്പനയായി. നമ്മുടെ ഓണർ പറഞ്ഞു തന്നൊരു ഐഡിയ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ 10-35-40 സ്റ്റാഫുകളുടെ മേലെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരന് സഹായിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു. ആദ്യം നമ്മൾ മാമ്പഴം വെച്ചിട്ടാണ് തുടങ്ങിയത്. അത് കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൂവ് ആവുന്നില്ല പറഞ്ഞപ്പോൾ നമ്മളെടുത്ത് സെയിൽ ചെയ്യായിരുന്നു. അതിനുശേഷം മാമ്പഴത്തിൻ്റെ ഇപ്പോൾ സീസൺ കുറച്ച് കമ്മിയായപ്പോൾ ശരി പച്ചക്കറിയിലോട്ട് മാറാമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറി ചെയ്യാൻ തുടങ്ങിയതാണ്. നമുക്ക് കർഷകരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ അവരുടെ നിന്ന് വാങ്ങുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അതല്ലാത്തത് നമുക്ക് ഇപ്പോൾ 2-3 ഐറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളത് മാർക്കറ്റിന് എടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് വിൽപ്പന. ആവശ്യക്കാർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിച്ച് നൽകും. നമുക്ക് ആവശ്യമായതെന്നല്ല, പക്ഷേ ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും നല്ലതാണല്ലോ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇന്ന് മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. സർവീസുകൾ സാധാരണ രീതിയിലേക്ക് മാറിയാലും ഒപ്പം പച്ചക്കറി വിൽപ്പന തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം. ന്യൂസ് 18, പാലക്കാട്.
ലോക്ഡൌൺ കഴിഞ്ഞാലും തൃശൂരിലെ സപ്ന തിയേറ്റർ തുറക്കില്ല. സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം ലോക്ഡൌൺ ഉണ്ടാക്കിയ ബാധ്യതകളും തിയേറ്ററിന് ലോക്ക് വീഴാൻ കാരണമായി. തിയേറ്റർ കെട്ടിടം ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിന് വാടകയ്ക്ക് നൽകി. 56 കൊല്ലം കഴിഞ്ഞു. അയോധ്യ വാടകടിക്കുമ്പോൾ വാമരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് താക്കോല് കൊടുത്തു. പിന്നെ അത് നിന്നിട്ട് അവിടെ ഉണ്ട്. ആകെ കഷ്ടപ്പാടായി. ഓക്കെ ആയി. ഇത്ര കൊല്ലം ഇവിടെ ജീവിച്ചു ഞാൻ. കാര്യമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. വല്ല ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കാം. ഇങ്ങനെയൊരു പടിയിറക്കം കുഞ്ഞിരാമൻ പ്രതീക്ഷിച്ചതല്ല. സിനിമാ പ്രേമികൾക്ക് ടിക്കറ്റ് നൽകിയും ബെല്ലടിച്ചും സുരക്ഷാ ജീവനക്കാരനായും തൃശൂർക്കാരുടെ ആദ്യകാല സിനിമാ കാഴ്ചകൾക്ക് കൂട്ടിരുന്നു ഇയാൾ. മക്കളും ഭാര്യയും കാത്തിരിക്കുന്നുണ്ടെങ്കിലും യൗവനം മുതൽ സൂക്ഷിച്ചു പോന്ന സ്വപ്നയെ ഉപേക്ഷിക്കാനാവുന്നില്ല. സ്വപ്ന തിയേറ്ററും ജോസ് തിയേറ്ററും കൂട്ടുടമസ്ഥതയിൽ ഉള്ളതാണ്. മലയാളത്തിലും മറ്റു ഭാഷകളിലും ഹിറ്റ് സിനിമകൾ ധാരാളം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1930 ജോസ് തിയേറ്റർ തുടങ്ങി അധികം വൈകാതെ രാമവർമ്മ എന്നയാൾ രാമവർമ്മ തിയേറ്റർ തുടങ്ങി. 1973 രാമവർമ്മ തന്റെ തിയേറ്റർ ജോസിന്റെ ഉടമ കുഞ്ഞിപ്പാലുവിന് കൈമാറി. ഈ തിയേറ്ററാണ് സപ്നയായത്. പല കാര്യങ്ങളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2-3 കൊല്ലമായിട്ട് വിചാരിച്ചമാരെ ബിസിനസ് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അപ്രീഷിയേഷൻ ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനായി ഫീൽഡ്, പിന്നെ വൈഡ് റിലീസ് വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് തൃശ്ശൂർ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു സ്ഥലത്ത് മാത്രമേ കളിക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, സറൗണ്ടിങ്സ് എല്ലായിടത്തും തിയേറ്ററായി. സാമ്പത്തിക വിഷമതകൾ മൂലം പലയിടത്തും തിയേറ്ററുകൾ ഓഡിറ്റോറിയമാക്കിയപ്പോഴും സപ്ന പിടിച്ചുനിന്നു. തൃശൂരിൽ നടന്ന പല ചലച്ചിത്രോത്സവങ്ങൾക്കും തിയേറ്റർ വേദിയായിട്ടുണ്ട്. തൃശൂരിന്റെ സിനിമാ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് ഈ തിയേറ്ററുകൾക്ക് ഉള്ളത്. കെ.പി. ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. ലോകം കൊറോണ വൈറസ് ഭീതിയിൽ കഴിയുമ്പോൾ കൊറോണയെ തന്നെ ദൈവമായി കണ്ട് പ്രാർത്ഥിക്കുകയാണ് കൊല്ലം സ്വദേശി. മഹാവ്യാധിക്ക് മരുന്ന് കണ്ടെത്താൻ കൊറോണ രൂപം പ്രതിഷ്ഠിച്ചാണ് പൂജ. ചിതറ സ്വദേശി അനിലാണ് വ്യത്യസ്ത പ്രാർത്ഥന നടത്തുന്നത്. ലോകം മുഴുവൻ ഭീതി പരത്തുന്ന കൊറോണ വൈറസ് ഇവിടെ കൊറോണ ദേവിയാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന ഹൈന്ദവ സങ്കല്പ പ്രകാരം കൊറോണയെയും ദേവിയെ കണ്ട് ആരാധിക്കുമെന്നാണ് അനിലിന്റെ പക്ഷം. ആരെയും ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു പോകുമെന്നാണ് കൊറോണയോടുള്ള പ്രാർത്ഥന. വീടിന്റെ മുകൾ നിലയിലെ പൂജാമുറിയിൽ ഭദ്രകാളിയുടെ ചിത്രത്തിന് അടുത്തായി ഉടവാളിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് കൊറോണയുടെ രൂപം. കൊറോണ വൈറസിന്റെ നാശത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കൊറോണ തന്നെ സഹായിക്കണമെന്ന് അനിൽ. ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തേണ്ടത് മെഡിക്കൽ സയൻസ് ആണ്, ശാസ്ത്ര ലോകമാണ്. അവർക്കതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ലക്ഷ്യം. പുറത്തുനിന്നുള്ളവർക്ക് ദർശനം ലഭിക്കില്ല. അനിലും കുടുംബവും മാത്രമാണ് പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. ലോക്ഡൌൺ കാലത്തെ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് ഒരു ഹ്രസ്വചിത്രം 14കാരനായ ശ്രീഹരിയാണ് സൈലന്റ് റോഡ് എന്ന പേരിൽ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. രാത്രികളിൽ പോലും കൊച്ചിയിലെ റോഡുകൾ തിരക്കേറിയതാണ്. എന്നാൽ ലോക്ഡൌൺ എത്തിയതോടെ കൊച്ചി പഴയ കൊച്ചിയല്ല. പ്രധാന റോഡുകളെല്ലാം വിജനമാണ്. കൊച്ചിയുടെ ഈ കാഴ്ചകളെ മൊബൈൽ ഫോണിൽ പകർത്തിയാണ് ശ്രീഹരി ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ജസ്റ്റ് എന്നാലും അതിൻ്റെ ഒരു മീനിങ് ആളുകളിലേക്ക് എത്തിക്കാനായിരുന്നു. ഈ ചെറിയ ഒരു വൈറസ് ഒരു പൂവറായിട്ടുള്ള ഒരാളെ തൊട്ട് റിച്ച് ആയിട്ടുള്ള ഒരാളുടെ വരെ ലൈഫ് എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന ഒരു മെസ്സേജാണ് ഞാൻ അതിലൂടെ കൊടുക്കാൻ ആഗ്രഹിച്ചത്. എഡിറ്റിംഗും ക്യാമറയുമെല്ലാം ഈ 14കാരൻ സ്വന്തമായാണ്. അപ്പോൾ ഇതിനു മുന്നേ ആരും ഇതുപോലെ സിറ്റിയിലെ റോഡുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ആ ഒരു സിറ്റിയുടെ ആ റോഡ്സ് ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെയാണ് ഞാനത് റെക്കോർഡ് ചെയ്ത്. സിനിമാ രംഗം തന്നെയാണ് ശ്രീഹരിയുടെയും ആഗ്രഹം. പിന്തുണയുമായി കുടുംബം ഒപ്പമുണ്ട്. പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടെ പോയി പിന്നെ ഞാനായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും പിന്നെ നമുക്ക് കൂടുതലും ഇങ്ങനെ ഈ ഡ്രഗ്സിനെതിരെയുള്ള അവയർനെസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കവർ, പുകാതി കില്ലിംഗ് സ്മോക്ക് എന്നിങ്ങനെ
സാമൂഹിക പ്രതിബദ്ധതയുള്ള ഷോർട്ട് ഫിലിമുകളും ശ്രീഹരി നിർമ്മിച്ചിട്ടുണ്ട്. ഏലൂരിലെ ഭവൻസ് വിദ്യാമന്ദിറിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.